ഈശ്വലേറ്റം പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ ഒരു മാസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മാസം ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി നിറയപ്പെടട്ടെ. കൂടുതൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കുറഞ്ഞു വരാൻ ഇടയാകട്ടെ. നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളും സഫലമായി മാറട്ടെ. നിങ്ങളുടെ കണ്ണുനീരുകൾ കുപ്പിൽ ശേഖരിക്കുന്ന ദൈവം നിങ്ങൾക്ക് പല രീതിയിൽ ഉത്തരം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു കൃപയുടെ മാസമായി ഈ മാസം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കുടുംബജീവിതത്തിൽ, ജോലി സാഹചര്യങ്ങളിൽ, അധ്വാനങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വേദനകളിൽ, ആകുലതകളിൽ ദൈവസ്വരവും ദൈവിക സാന്നിധ്യവും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനത്തോട് ആഗ്രഹം വർദ്ധിക്കട്ടെ, വിശുദ്ധിയോട് ആഗ്രഹം വർദ്ധിക്കട്ടെ. കൂടുതൽ സ്നേഹിക്കാൻ, എളിമപ്പെടാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറുന്ന ഒരു മാസമായി ഈ മാസത്തിലെ ഓരോ ദിനങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി തിരുപ്പിറവിക്ക് വേണ്ടി, പുതിയ വർഷത്തിന് വേണ്ടി നല്ല ഒരുക്കത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, കുറവുകൾ ഏറ്റുപറയുന്ന, പ്രത്യാശയോടെ വരുന്ന ദിനങ്ങളെ നോക്കിക്കാണുന്ന, ദാനമായി 11 മാസം നൽകിയ സർവശക്തന് ഒത്തിരി നന്ദി പറയുന്ന, കൃപയുടെ, അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ, സന്തോഷത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ദിനങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ വിശുദ്ധ ബൈബിളിൽ തിരുപ്പിറവിയിൽ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് എല്ലാറ്റിൻ്റെയും ആരംഭവും എല്ലാറ്റിൻ്റെയും അവസാനവും എല്ലാ പുസ്തകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. ഈ വിശുദ്ധ ദിനങ്ങളിൽ യേശുവിനെ കൂടുതൽ അറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ആത്മാവിനും നമ്മുടെ ജീവിതത്തിനും എത്രയോ ആനന്ദകരമായി മാറും. സൃഷ്ടിയുടെ ആദ്യം മുതൽ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം, അവൻ്റെ വലിയ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ നിഴൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. യേശുക്രിസ്തു അവിടെയും നിറഞ്ഞു നിൽക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറയുമ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മളിവിടെ കാണുകയാണ്. സൃഷ്ടിയുടെ ആദ്യത്തിൽ പ്രകാശത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അരൂപിയെക്കുറിച്ചുമെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു, വചനമായ ക്രിസ്തു, അതുപോലെ തന്നെ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നമുക്കായി നൽകുന്ന ക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണ്. ആദത്തിൻ്റെ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ആദം അനുസരണക്കേടിനാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അതിൻ്റെ സ്വാധീനം നമ്മളിലേക്ക് കടന്നു വന്നെങ്കിൽ ഇതാ രണ്ടാമത്തെ ആദമായ ക്രിസ്തു എല്ലാ അർത്ഥത്തിലും നമ്മൾ വീണ്ടെടുക്കുകയാണ്. 2 വചനങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം തിരുവചനം, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. സമസ്തവും യേശുവിലൂടെ ഉണ്ടായി, യേശുവിലൂടെ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. സകലത്തിൻ്റെയും ഉടയവൻ, സൃഷ്ടാവ് യേശുവാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ പുതിയ സൃഷ്ടി ചെയ്യുവാൻ കർത്താവിന് സാധിക്കും. വീണ്ടും റോമാലേഖനം 5-ാം അധ്യായം 15-ാം തിരുവചനം, പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു വന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്ര അധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ നമ്മൾ സ്വന്തമാക്കുന്ന ദൈവകൃപയുടെ വലിയ ആഘോഷം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മുടെ അരികിലുണ്ട്. ക്രിസ്തു നമുക്ക് എല്ലാമാണ്. ഈ വിശുദ്ധ ദിനങ്ങളിൽ യേശുവിനെ ആഴത്തിൽ അറിയാൻ, സ്നേഹിക്കാൻ, അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.